ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് നിരഹന. അപ്പോൾ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ ക്യൂക്ക് ഹാക്സോ ഒന്നുമല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു ഓർഡിനറി ആയിട്ടുള്ള ലൈഫിനെ എങ്ങനെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലോട്ട് ട്രാൻസ്ഫോർമേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ലൈഫിൽ പരീക്ഷിച്ച ഒരു സാധനമാണ്. ആൻഡ് ഇറ്റ് വാസ് സക്സസ്ഫുൾ. സോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ലൈഫിൽ സക്സസ് ആക്കിയത് എന്നുള്ളത്, അല്ലെങ്കിൽ ഞാനിതെങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളെ ഒരു സർവൈവിങ് എന്നതിനപ്പുറം എങ്ങനെ ട്രൂലി ലിവിങ് ചെയ്യാം എന്നതിനും കൂടി നിങ്ങൾക്കിത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ലൈഫ് എന്ന് പറയുന്ന ഒരു ലൂപ്പിൽ വെട്ട പോലെയായിരുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ ഹാംസ്റ്റർ വീലില്ലേ, അതുപോലെയായിരുന്നു. അത് രാവിലെ എണീക്കും, ഫോണിൽ കുറച്ച് നേരം കളിക്കും, വർക്കിന് പോവും. അതിന് മുമ്പായിരുന്നെങ്കിൽ കോളേജിൽ പോവും, ടയർഡായിട്ട് വരും. പിന്നെ നമ്മൾ തന്നെ ഫുഡ് കുക്ക് ചെയ്യണം, അതിന് ടയർഡാവും, അപ്പോൾ ചെയ്യത്തില്ല. ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് വെക്കും, അത് കഴിക്കും, ഉറങ്ങും. ഇതിനപ്പുറം ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യവും ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്നൊരു ലൈഫല്ലായിരുന്നു ഇത്. ദിവസങ്ങൾ പോയി, മാസങ്ങൾ പോയി, വർഷങ്ങൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങി. കാരണം നമ്മളൊന്നും ചെയ്യാതെ ജസ്റ്റ് എക്സിസ്റ്റിംഗ് എന്ന് മാത്രമായി, അല്ലാതെ നമ്മൾ ജീവിക്കുക എന്നുള്ളത് എനിക്ക് തോന്നാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാണോ ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ എനിക്ക് ജീവിക്കേണ്ടതെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. എൻ്റെ കോൺഫിഡൻസ് ലോ ആയി. ഐ ഡൗട്ടഡ് മൈസെൽഫ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിനെ മറ്റുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ഓരോന്ന് കാണുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിനെ അത് വെച്ച് കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഒരു ഗോളില്ല, ഒരു പാഷനില്ല, ജസ്റ്റ് ഒരു റൊബോട്ടിക് ലൈഫ് എന്താണോ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഓരോ മാറ്റങ്ങൾ വരുത്തണമെന്ന് വിചാരിക്കും. പക്ഷേ ഈ നാളെ ചെയ്യാം എന്ന് വിചാരിക്കുന്ന പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സംഭവം വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കാലത്തിന് ഇതൊന്നും നടന്നിട്ടില്ല. ജസ്റ്റ് ഇതേ ലൈഫിലൂടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ എല്ലാത്തിലും ഞാൻ പുറകിലോട്ടായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ആവാൻ തുടങ്ങി. അതായത് കരിയറിലാണെങ്കിലും ബ്യൂട്ടിയിലാണെങ്കിലും ഹെൽത്തിലാണെങ്കിലും എല്ലാത്തിലും ഭയങ്കര വേഴ്സ്റ്റായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഫീൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് കൂടെ വന്നു. അത് റിക്കറൻ്റായിട്ട് കുറച്ചിങ്ങനെ ഹെൽത്ത് പ്രോബ്ലംസ് വന്നുകൊണ്ടേ ഇരുന്നപ്പോൾ ഉള്ള കോൺഫിഡൻസ് കൂടി അവിടെ പോയി. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു ഓഫുള്ള ഒരു ദിവസം ഇങ്ങനെ ഓരോന്ന് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലായി, നമ്മൾ ജസ്റ്റ് എക്സിസ്റ്റ് ചെയ്യല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഓരോ പർപ്പസ് ഉണ്ട്. അത് കണ്ടെത്തിയിട്ട് നമ്മൾ അതിനു വേണ്ടി ജീവിക്കാൻ വേണ്ടത് എന്നൊരു തോന്നലുണ്ടായി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അതിൽ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്നെ മറ്റുള്ള ഒരാളായിട്ട് കമ്പയർ ചെയ്യൽ കംപ്ലീറ്റ്ലി ഞാൻ നിർത്തി. കാരണം ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓക്കെ, നമ്മൾ എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ലൈഫിനെ എത്രത്തോളം കമ്പയർ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ താഴോട്ട് പോവുക എന്നല്ലാതെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, അവർ ചിലപ്പോൾ അവരുടെ ബെസ്റ്റ് പാർട്സ് മാത്രമേ ഇടുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ അവരുടെ റിയൽ ലൈഫിൽ നമ്മളെക്കാട്ടിലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്കൊരു കമ്പാരിസണിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഞാൻ ആദ്യം മനസ്സിലാക്കി. ആൻഡ് ഞാൻ നെഗറ്റീവ് ടോക്സ് ചെയ്യായിരുന്നു. അതായത് ഞാൻ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മെല്ലെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. അതായത് നമ്മളെ ബ്ലെയിം ചെയ്യുന്നത് കുറയ്ക്കുക. അയ്യോ എൻ്റെ പാസ്റ്റ് അങ്ങനെയാണ്, എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്, ബ്ലെയിം ചെയ്യുന്നത് കുറയ്ക്കുക. ഒരു എക്സ്ക്യൂസും പാടില്ല. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നതിനർത്ഥം ഇനി നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നതല്ല. നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ നമുക്ക് കഴിയും. അപ്പോൾ ഈ സ്വയം ബ്ലെയിം ചെയ്യാതിരിക്കുക.
ഞാൻ പിന്നെ ചെയ്ത കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ബുക്സ് വായിക്കാൻ തുടങ്ങി, അതുപോലെ തന്നെ ജേർണലിങ് ചെയ്യാൻ തുടങ്ങി, അതുപോലെ എനിക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഫസ്റ്റെല്ലാം ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. ബട്ട് സ്ലോലി നമ്മളതിൽ ആ ട്രാക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചേഞ്ച് നമുക്ക് നമ്മളെ മെൻ്റൽ ഹെൽത്തിൽ കാണാൻ പറ്റും. അപ്പം നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും ഒരു ഓവർനൈറ്റിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കത് പതിയെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്മോൾ ഹാബിറ്റ്സ്. അതെ, ഓക്കെ. കാരണം ചെറിയ ഹാബിറ്റ്സ് നമുക്ക് ടൈനി ഹാബിറ്റ്സ് നമുക്ക് നല്ല റിസൾട്ട് തരും നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് UTI പ്രോബ്ലംസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ 3 ലിറ്റേഴ്സ് വാട്ടർ ഡെയിലി കുടിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ അതിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തുടങ്ങിയത് വെള്ളം കുടിയാണ്. രണ്ടാമത്തെ, ഞാൻ ഡെയിലി ഒരു 10 പേജസ് ഓഫ് ബുക്സ് വായിക്കാൻ തുടങ്ങി. അത് ഫിക്ഷൻ ബുക്സ് ഞാൻ അത്ര റെഫർ ചെയ്യില്ല. ഞാൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെൻറ്റിനുള്ള കുറച്ച് ബുക്സ് വായിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടിയും ഹെൽത്തി ആയിട്ടുള്ള മീൽസ് കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫുഡ് ക്രേവിങ്സ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അധിക സമയത്ത് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ, എനിക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഓക്കെ ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ പല സമയത്തും ഫുഡിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനിനി കൺട്രോൾ ചെയ്യാൻ ഒരു മെത്തേഡ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെറിയ ഹാബിറ്റ്സ് ഓരോന്നായിട്ട് നോക്കുക. അതായത് 1 brick at a time എന്നാണ്. നമ്മളെ ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് ആവണമെങ്കിൽ ഓരോന്ന് ചെയ്താലേ നമുക്ക് നമ്മളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാൻ പറ്റും. നമ്മളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളെ മൂഡ് ലോ ആവുക, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ നമുക്ക് അത് ഹെൽപ്പാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ബോഡിയും എൻ്റെ സ്കിന്നിനൊക്കെ കെയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടുണ്ട്. കാരണം ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം, ഞാൻ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു റിലാക്സേഷൻ തരും. അതുപോലെ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ ഗ്രൂമിങ് ആയിക്കോട്ടെ, നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഹെൽപ്പാക്കും. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് എണീക്കുന്നത് എന്നുള്ളതിന് ഒരു എക്സൈറ്റ്മെൻറ്റ് വേണം. അതായത് നമുക്ക് നമ്മളെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടുപിടിക്കണം. ഓരോ ദിവസം എണീക്കാൻ ഒരു കാരണം വേണം, എങ്കിലേ നമുക്ക് അന്നത്തെ ദിവസത്തിനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ലൈഫിലെ പർപ്പസ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഹാപ്പി തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ സെൽഫായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ കുറച്ചുകൂടെ ഹാപ്പി ഫേസ് എന്ന് പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഈ ഡിസൈനിങ്, അതുപോലെ കണ്ടൻറ് ക്രിയേഷൻ, ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ക്രേസുള്ള ഒരാളാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ടാക്കിയിട്ടുള്ളതും നിങ്ങളോട് ഞാനിപ്പോൾ എൻ്റെ ജേണി പറയുന്നതും ആ ഒരു ക്രേസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും ഇന്ന് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് എടുക്കണം, ഇന്ന വീഡിയോസ് എടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എണീക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ജീവിക്കാനുള്ള, അതായത് എക്സിസ്റ്റിംഗ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ ലിവിങ് എന്നുള്ളതിലേക്കായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോക്രാസ്റ്റിനേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഇന്ന് എന്തെങ്കിലും ചെയ്യാനുള്ളതാണെങ്കിൽ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമാണെങ്കിൽ എന്നാൽ നാളെ ചെയ്യാം എന്ന് ഇങ്ങനെ ഇതാക്കി നീട്ടി വെക്കല്. നമ്മളത് സ്റ്റോപ്പ് ചെയ്യാം. നമ്മളെക്കൊണ്ട് അതായത് നമ്മുടെ പ്ലാൻസ് എഴുതി വെക്കുക. ഒരു പ്ലാനർ ഉണ്ടാക്കിയിട്ട് പ്ലാൻസ് എഴുതി വെക്കുക. ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന്, അതുപോലെ ചെയ്യുക. അപ്പം നമ്മളെ ഈ മടി, അതുപോലെ ഈ നീട്ടി വെക്കുന്ന സ്വഭാവമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പം തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നല്ല സ്മൂത്തായിട്ട് പോകുന്ന പോലെ തോന്നും.
അപ്പോൾ ഇത്രയും ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനിന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണെന്ന്. അല്ല, ഞാനിന്നും പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ പ്രൗഡാണ്. ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ ഇൻറ്റൻഷനിൽ അനുസരിച്ചിട്ടാണ്. ഞാൻ എണീക്കുന്നതിനൊരു റീസൺ ഉണ്ട്, എനിക്കൊരു ഗോളുണ്ട്, പാഷനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നില്ല എന്നൊന്നുമല്ല, ഞാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി ആണെങ്കിലും ഒക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഹോപ്പുണ്ട്, അതായത് എനിക്കൊരു വിഷൻ ഉണ്ട്. ഇപ്പോൾ ഓരോ ദിവസം എന്ത് ചെയ്യണം എന്നുള്ളൊരു വിഷൻ ഉണ്ട്. എൻ്റെ മുമ്പിലൊരു ഫ്യൂച്ചർ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല, ഞാൻ പതിയെ ഓരോന്നിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കമ്പനി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും അതിന് എനിക്കിഷ്ടപ്പെട്ട ഒരു ലൈഫ്, ഒരു കരിയർ ബിൽഡ് ചെയ്ത് വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും ആയിട്ടില്ല, പക്ഷെ ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ നമുക്ക് മണി അല്ലെങ്കിൽ ലക്ഷറി ലൈഫ്, മിറാക്കിൾസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് കറേജ്, ഹോണസ്റ്റി, കൺസിസ്റ്റൻസിയാണ്. ഇത് കാണുന്ന ആരെങ്കിലും ലൈഫിൽ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, എവിടെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ, ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പം നിൽക്കുന്നിടത്ത് നിൽക്കേണ്ടവരല്ല. നിങ്ങൾക്ക് ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, പുതിയ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, ചെറിയ ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളോട് നിങ്ങൾ നല്ല കൈൻഡായിട്ട് സംസാരിക്കുക. കാരണം നിങ്ങളോട് ഹാർഷായിട്ട് സംസാരിക്കുന്നവരും അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളെ ബ്രെയിന് ഡൗട്ടാവും, നിങ്ങൾ ഓക്കെ അല്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് തുടങ്ങും. അപ്പോൾ ആദ്യം സെൽഫ് ബിലീഫ് ഉണ്ടാക്കുക, പിന്നെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഐ ഹോപ്പ് പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പർപ്പസ് ഉള്ള പോലെ, അതുപോലെ പവർഫുള്ളായ പോലെ, അതുപോലെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. And I hope you all are like it. If you like it, just drop a heart in the comments. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് എന്താണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പോണേ, എന്ത് ചേഞ്ചിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ എന്നുള്ളതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ആൻഡ് സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.